കാവിക്കൊടിയേന്തിയ RSS ഭാരതാംബ ചിത്രത്തിനെതിരെ ഗവർണറെ എതിർപ്പറിയിച്ചു സർക്കാർ. ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കുമെന്നും കത്തിൽ പറയുന്നു. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട രാജ്ഭവന്റെ നിലപാടും ഉടൻ സർക്കാരിനെ അറിയിക്കും. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഇന്നലെയൊക്കെ ഉണ്ടായ സംഘർഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഗവർണർ നിലപാട് മാറ്റമില്ലാതെ തുടരുന്നത് തന്നെയാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും സർക്കാരിന് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഭരണഘടന അനുവദിക്കാത്ത ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇത്തരം സർക്കാർ പരിപാടികളിലും പൊതുപരിപാടികളിലും എന്ന് ഗവർണറെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് എത്രത്തോളം ഗവർണർ പ്രാധാന്യം നൽകും, ഇതിന് ഗവർണർ നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതെ ജിൽസി, ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ടൊരു കത്ത് നൽകുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാമെന്ന് ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ചിഹ്നങ്ങൾ അത് സർക്കാർ പരിപാടികളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാരംഭിക്കുന്നത് പി പ്രസാദുമായി ബന്ധപ്പെട്ട കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടി രാജ്ഭവനിൽ വെച്ച് സംഘടിപ്പിക്കുമ്പോഴാണ്, നമുക്കറിയാം. അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഇന്നലെ ഈ പരിപാടി സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ സംഘടന നടത്തുന്ന പരിപാടിയിൽ ഇതേ ചിത്രം ഉപയോഗിച്ചു. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് നിയമപരമായി എന്ത് നേരിടാൻ കഴിയുമെന്ന ആലോചന സർക്കാർ തലത്തിൽ നടക്കുകയും നിയമവകുപ്പിൻ്റെ നിയമോപദേശം തേടുകയും ചെയ്തു. നിയമവകുപ്പ് നൽകിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത് ഗവർണർക്ക് കത്തയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി അത് കൃത്യമായി തന്നെ കത്ത് മുഖേന രാജ്ഭവനെ അറിയിച്ചു. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇനി വേണ്ട എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ഒരു സർക്കാർ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാമെന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. ആ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ലംഘിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഗവർണർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഗവർണർ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ സംസ്ഥാന സർക്കാരിന് തിരിച്ചൊരു കത്തയക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നുള്ളതാണ് ഗവർണറുടെ രാജ്ഭവന്റെ ഒരു പരാതിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പം ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ, സർവകലാശാലയിൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ, അതിനകത്ത് അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നത്. അത് ഇന്ന് തന്നെ ആ കത്ത് കൈമാറും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനിടയിലാണ് സർവകലാശാല ഈ വിഷയത്തിലേക്ക് വരുന്നത്. സർവകലാശാല അതിനകത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നലെ ഈ പരിപാടി റദ്ദാക്കുന്നു എന്നുള്ള അറിയിപ്പ് രേഖാമൂലം തന്നെ സംഘാടകർക്ക് നൽകിയിരുന്നു. അത് നിബന്ധനകൾ പാലിക്കാതെ ഈ പരിപാടി നടത്തുന്നു എന്ന് കാട്ടിക്കണ്ടാണ് ആ കത്ത് നൽകിയത്. ആ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് ഈ സെനറ്റ് ഹാൾ വാടകയ്ക്ക് തരുമ്പോൾ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പാലിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഈ പരിപാടി റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ് രജിസ്ട്രാർ നൽകിയ കത്തിൽ പറയുന്നത്. അതിന് പിന്നാലെ തന്നെ രജിസ്ട്രാർ ഗവർണറുമായി സംസാരിക്കുന്നുണ്ട്. ഗവർണറോട് പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, പരിപാടി റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് നൽകുകയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആ റിപ്പോർട്ട് അത് പോലീസിന് കൈമാറുകയും പോലീസ് ആ റിപ്പോർട്ട് ഗവർണറെ അറിയിക്കുകയും ചെയ്തു. അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട്